സോളോ ട്രിപ്പിനേക്കാൾ എനിക്കും അത്രമേറെ തോന്നിയത് ഇഷ്ടമുള്ളവരുടെ കൂടെയുള്ള യാത്രകളാണ്. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് നടത്തിയ യാത്ര കൂടിയാണിത്. അതിൽ ഞാൻ ത്രില്ലടിച്ചിരിക്കുകയായിരുന്നു. കാണാൻ പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ച് മുൻ ധാരണകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വരണ്ട പ്രദേശങ്ങളും ഈ മലനിരകളും കണ്ടപ്പോൾ തന്നെ എൻ്റെ ഇൻട്രസ്റ്റ് സ്വല്പം ഒന്ന് കുറഞ്ഞു പോയോ എന്ന ആശങ്ക എനിക്ക് ഉണ്ടാകാതിരുന്നില്ല. എന്തുമാകട്ടെ, ഇറങ്ങി തിരിച്ചതല്ലേ. വർണ്ണശബളമായ കാഴ്ചകളാണ് എനിക്കേറെ ഇഷ്ടമെങ്കിലും വരാൻ പോകുന്ന ദൃശ്യങ്ങളെ ഞാൻ കാത്തിരുന്നു. ഒട്ടും താമസിയാതെ തന്നെ കാഴ്ചകളെ മനോഹരമാക്കിക്കൊണ്ട് അവയ്ക്ക് വർണ്ണങ്ങൾ വീണു തുടങ്ങി. ദേ ആ കാണുന്നതാണ് ഗോഫർഖാൻ വെള്ളച്ചാട്ടം. അങ്ങനെയാണോ പറയേണ്ടത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. വരിവരിയായി അവിടെ നിൽക്കുന്നത് ഉറുമ്പുകളല്ല കേട്ടോ, മനുഷ്യന്മാരാണ്. എൻ്റെ ഒരു തമാശ അല്ലേ. പാർക്കിംഗ് കുറച്ച് ദൂരെ ആയതിനാൽ ഇച്ചിരി നേരം നടക്കേണ്ടി വന്നു. കുഴപ്പമില്ല. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഹാങ്ങിങ് ഗാർഡനിലേക്കായിരുന്നു. അവിടെ എൻട്രൻസ് ഫീ കൊടുത്താണ് അകത്തേക്ക് കടന്നത്. വളരെ പീസ്ഫുള്ളായ അന്തരീക്ഷം. അവിടം ചുറ്റി നടന്ന് കാണാൻ ഒരു ട്രെയിൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ ആശ്രയിച്ചത് കാൽനടയായിരുന്നു. അതിനും ചില കാരണങ്ങളുണ്ടായിരുന്നു കേട്ടോ. ആദ്യം അവർ 2 ദിർഹംസ് വെച്ചായിരുന്നു ഒരാൾക്ക് ചാർജ് ചെയ്തിരുന്നെങ്കിലും പിന്നീടത് 10 ദിർഹംസായി മാറി. അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിരുന്നാലും കാഴ്ചകളൊക്കെ വളരെ ഗംഭീരമായിരുന്നു. ചിലതൊക്കെ നേത്രങ്ങൾ മാത്രമാണ് ഒപ്പിയെടുത്തത്. വരും കാഴ്ചകൾ വരും ദിനങ്ങളിലാകട്ടെ. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ.